വെറുതെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വേദപഠനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൈ എപ്പോഴും ഞാൻ അങ്ങനെ കൈ ഇങ്ങനെ ചിന്മുദ്ര പിടിക്കാറുണ്ട്. അപ്പോൾ വേദങ്ങളിൽ പഠിക്കുമ്പോൾ ഋഗ്വേദത്തിലെ അതിര്യവംശത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ, ബോധമാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ കോൺഷ്യസ് ആവണം ഇങ്ങനെ പറഞ്ഞു. ശരി. അപ്പോൾ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ സ്വഭാവമാണ്. ഇപ്പം നിങ്ങളോട് മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ ചിന്മുദ്ര പിടിച്ചു തന്നെയായിരിക്കും. അവർ കുറച്ചുകൂടെ കോൺഷ്യസ് ആവും. ഈ ചിന്മുദ്ര പിടിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തി വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യം നടക്കും എന്ന് പറയപ്പെടുന്നു. ഈ പരിപാടി കാണുന്നവർക്ക് ചിന്തിക്കാം. അല്ല, അവർക്കും വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ശരീരത്തിലെ 5 അഗ്നി, വായു, ജലം, ആകാശമെല്ലാം ഉണ്ട്. അപ്പോൾ അഗ്നി വായുവിനെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ നമ്മളെ കയ്യിൽ ഇങ്ങനെ അഗ്നിയും വായുവിനെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തലച്ചോറിലെ 2 ഞരമ്പ് ആലോചിച്ച് നോക്കും. തലച്ചോറിലെ ഈ ഞരമ്പ് എവിടെയെങ്കിലും ഒന്ന് എൻഡ് ചെയ്യണ്ടേ? ഒന്നുകിൽ കാലിൽ കയ്യിലേ. അപ്പം നമ്മൾ ഇവിടെ എങ്ങനെ മുട്ടിച്ച് പിടിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? അതുമായി ബന്ധപ്പെട്ട 2 ഞരമ്പ് ഇങ്ങനെ കണക്റ്റ് ആവും. ഇങ്ങനെ കണക്റ്റ് ആവുന്ന വ്യക്തിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ആ വ്യക്തി എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റുക. ആ വ്യക്തി ഇങ്ങനെ